എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത്. ജേർണലിസ്റ്റും ഓത്തറുമായ അമിതാഭ് പ്രകാശ് മൈത്രേനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസുകളും ബാക്കി PSC അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് സ്ഥിരം ചർച്ച വരുന്ന ഒരു സംഭവമാണ് ഈ കാസ്റ്റ് റിസർവേഷൻസ് മാറ്റിയിട്ട് ഫിനാൻഷ്യൽ റിസർവേഷൻസ് ആണ് നോക്കേണ്ടത് അങ്ങനെയുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവേഷനെ കുറിച്ചിട്ട് മൈത്രേൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായമല്ല, റിസർവേഷൻ എന്താണെന്ന് എനിക്കറിയാവുന്നതാണ്. അല്ല, എൻ്റെ അഭിപ്രായം എന്നുള്ളതല്ല. ഈ ഭരണഘടനാപരമായിട്ട് എന്തുകൊണ്ടാണ് ജനാധിപത്യപരമായിട്ട് നമ്മൾ ആളുകളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് വളരെ വിവേചനപരമായി രൂപപ്പെടുത്തിയ ഒരു സമൂഹത്തിനകത്താണ് നമ്മളിത് ആരംഭിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അതിനത് 2 തവണ ആലോചിക്കേണ്ട കാര്യമില്ലാത്തതാണ്. ഇപ്പോൾ ചോദ്യം നമ്മൾ ചോദിക്കുന്നു, ഒരു ചോദ്യം കഴിഞ്ഞാൽ ചന്ദ്രനിൽ എന്നാണ് മനുഷ്യർ പോയത്, ഇത് അട്ടപ്പാടിയിലെ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവർ ഉത്തരം പറയുമോ? നമ്മുടെ പണ്ടേ അത് പറയും, മീനിനോട് മരത്തെ കയറണമെന്നും കുരങ്ങനോട് നീന്തണമെന്ന് പറഞ്ഞാൽ 2 പേരും പരാജയപ്പെടും. ഇങ്ങനെയാണ് ഈ IQ ടെസ്റ്റുകളെല്ലാം നിൽക്കുന്നത്. ഈ തരത്തിലുള്ള മുഴുവൻ പരീക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വിഭാഗത്തിനെ തകർത്ത് കളയണമെന്ന് വിചാരിച്ചാൽ അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ പരീക്ഷ സാധനമൊന്നുമല്ല. അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് അൺഈക്വലായ ഒരു സമൂഹം ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്നുള്ള നമ്മുടെ തിരിച്ചറിവ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ പുറത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ഇത് തന്നെയാണ് പ്രശ്നം. നീ പുറത്ത് പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ഒരു വിവരമില്ല. ഇതൊരു വലിയ പ്രോസസ്സാണെന്ന് അറിയേണ്ടതുണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഈ സ്ലേവറി നിരോധിച്ചുകൊണ്ടുള്ള എഡിക്റ്റ് അബ്രഹാം ലിങ്കൻ്റെ കാലത്ത് അമേരിക്കയിൽ പ്രഖ്യാപിച്ചു. ഇന്ന് തൊട്ട് നിങ്ങളാരും അടിമകളല്ല. അപ്പോൾ ഈ പ്ലാന്റേഷനുകളിലും വീടുകളിലുമൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം സ്ലേവ്സ് അല്ലാതായി, സ്വതന്ത്രരായി. അവരിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് 2-3 മണിക്കൂറൊക്കെ നടന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടെ, കുറച്ച് സ്വാതന്ത്ര്യത്തിനെ പറ്റി ചിന്തിച്ചിരുന്നവരുണ്ട്. അവർ മാത്രം വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി. ബാക്കി ഒരു 80% മനുഷ്യരും തിരിച്ച് ഈ പ്ലാന്റേഷൻ ജോലിക്ക് വന്നു. അവർക്ക് വേറൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ സ്ലേവ് അല്ലാതാക്കേണ്ട വലിയൊരു പ്രോസസ്സുണ്ട്. അല്ലാതെ സ്വാതന്ത്ര്യമൊന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സഹായത ഉണ്ടാകത്തേ ഉള്ളൂ. ഇതുപോലാണ് നമ്മളൊരു സ്കൂളിനകത്തേക്ക് എല്ലാ തട്ട് സമൂഹം എന്ന് പറഞ്ഞാൽ ജാതി സമൂഹത്തിനകത്ത് നിന്ന് ആളുകളെ വിളിച്ചുകൊണ്ടൊന്ന് ഒന്നിച്ചിരുത്തിയ, അതുകൊണ്ട് ആ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചായിട്ട് തന്നെ ഇരുത്തി തുടങ്ങുന്നത് പുറയിലിരിക്കുന്നവരെ പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ടായിപ്പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ സവിശേഷമായ ശ്രദ്ധ അറ്റൻഷനും കൊടുത്ത് അവരെ ഒന്നിപ്പിക്കേണ്ട പ്രശ്നമുണ്ട്. ഇതാണ് സംവരണം. ഇത് മനസ്സിലാക്കാനായിട്ടൊന്നും വലിയ സാമൂഹികമായിട്ട് എടുക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റും. ഇപ്പം ജാതി സമൂഹത്തിൻ്റെ ലക്ഷണം എന്താണ്? സംവരണം നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ജാതി എന്ന് പറഞ്ഞാൽ പ്രിവിലേജസ് മേൽത്തട്ടെന്ന് പറയുന്ന ജാതി സമൂഹത്തിനുണ്ടാകും. അവരെ എങ്ങനെ തിരിച്ചറിയും? പേരിനോടൊപ്പം ജാതി ചേർക്കും. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ അവരെവിടെങ്കിലും ചെന്നിട്ട് അവരുടെ പേര് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഓക്കെ ഇയാൾ മേൽത്തട്ടിലുള്ള ആളാണെന്ന് തിരിച്ചറിയാം. അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത് സാധനം. മറ്റവർക്ക് പേരിൻ്റെ കൂടെ ജാതി കാണത്തില്ല. കാരണം ജാതി വെച്ചാൽ ഉള്ളതും കൂടെ പോകും. വല്ല തെറ്റിദ്ധാരണ കൊണ്ട് വല്ലതും കിട്ടാതിരുന്ന അതും കൂടെ പോകും. അപ്പോൾ ഇതാണ് ജാതി സംവരണമാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്ത സാധനമല്ലത്. നിലനിൽക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ജാതി പേരിനോടൊപ്പം ചേർത്ത് പ്രിവിലേജസ് അനുഭവിക്കുന്നവരായിട്ട് നിൽക്കുന്ന സമൂഹമാണുള്ളത്. അതാണ് സംവരണം. യഥാർത്ഥ സംവരണം അതാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ആരൊക്കെയാണ് പേരിനോടൊപ്പം ജാതി ചേർക്കുന്നുണ്ടോ കണിശമായിട്ട് സംവരണത്തിന് അവർ അർഹരായി കഴിഞ്ഞു.
ആരും പറയണ്ട, പഠിപ്പിക്കൊന്നും വേണ്ട. ഒരു ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് പേര് ചോദിക്കുമ്പോൾ അതിന് അമ്പലത്തിൽ കയറുന്ന സമയത്ത് ഉടുപ്പ് ഊരിയേച്ച് കയറണമെന്ന് പഠിപ്പിക്കുന്നത് എന്തിനായിരുന്നു? പൂണൂൽ കാണണം. ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് വിവേചനപരമായി പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന സമൂഹമായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനകത്ത് സവിശേഷമായ അതിനാണ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സംവരണം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷനായിട്ട് നമ്മൾ അനുഭവിക്കുന്നതിന് കാര്യം ഇത് പോസിറ്റീവായിട്ട് ഈ ആളുകളെ കൂടെ കൊണ്ടെത്തിക്കണം. അതിനൊരു വലിയ ലോങ് ടൈം വർക്ക് അതിനകത്തുണ്ട്. ആ വർക്കിന് വേണ്ടിയാണ് സംവരണമുള്ളത്. അപ്പോൾ ഒരു 3, 4, 5 തലമുറ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തിയാലേ പറ്റൂ. അല്ല സംവരണം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് റൂമിൽ നിന്ന് ആരംഭിച്ചിട്ട് പോലും ഇല്ല, ഇതുവരെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ സംവരണം കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ക്രീമി ലെയറിനെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത്. ഈ സാധനം മുഴുവനും ഈ ഇവിടുത്തെ കോടതിയിൽ 400 കുടുംബത്തിൻ്റെ കയ്യിലാണ്. ഇത് രാജാക്കന്മാരുടെ കാലത്തോട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചന്ദ്രയൂഡ് എന്ന് പറയുന്ന വിദ്വാനെ അയാളുടെ അച്ഛൻ ജഡ്ജിയാണ്, എൻ്റെ മോനെ അവിടെ വക്കീൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവനും ജഡ്ജിയാവും. ഈ ഒരു 400 കുടുംബത്തിൻ്റെ കയ്യിലാണ് ഇത് മുഴുവനും. ഈ സംവരണം വെച്ചിട്ട് പോലും ഇതുവരെ 2-3% പേരാണ് ഈ അന്യ സമുദായത്തിലുള്ളവർ അതിനകത്തോട്ട് കയറിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സംവരണം എന്ന് പറയുന്നത് എന്തോ തെറ്റായ ജാതിയെ ഉണ്ടാക്കുന്നതാണെന്നുള്ള നിലവാരത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ യുക്തിവാദികൾ വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട സാമൂഹിക ഘടനാ നിർമ്മാണത്തിനകത്ത് തട്ട് സമൂഹമായിട്ട് നിന്നിരുന്നിടത്ത് നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നത്, ഭരണഘടന എഴുതി പ്രഖ്യാപിക്കുന്നത് വഴി നിങ്ങൾ തുല്യരാകത്തില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, എത്ര സ്ത്രീകളുണ്ട് ഇവിടുത്തെ നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ, ഇവർ നോക്കിയാൽ പോരെ. പിന്നെ ജാതി സമൂഹത്തിൻ്റെ കാര്യം വേറെയാണ്, സ്ത്രീകളുടെ കാര്യം മാത്രം എടുത്താൽ പോരെ. എല്ലാ സ്ഥലത്തും 50% സ്ത്രീകളുള്ളതല്ലേ, അതെന്താണ് കാൻഡിഡേറ്റിനെ നിർത്താത്തത്? ഇനി കഴിവുള്ളവരെ നിർത്തുന്നു എന്നാണല്ലോ സങ്കല്പം. ഇത്രയും മോശമായിട്ട് ഭരിക്കുന്നതിന് കഴിവുള്ളവന്മാരാണോ ചെയ്തിരിക്കുന്നത്? ബുദ്ധിയുള്ളവന്മാരായിരുന്നല്ലോ നമ്മൾ ഈ മേൽജാതിക്കാർ. അവന്മാർ ഉണ്ടാക്കിയതാണല്ലോ ഈ സമൂഹം മുഴുവനും. ഈ ജാതി സമൂഹം മുഴുവൻ ഉണ്ടാക്കിയവരല്ലേ ബുദ്ധി കുറവുണ്ടായിരുന്ന. ഈ മെറിറ്റ് ഉണ്ടായിരുന്നാൽ എന്താ അർത്ഥം? സാമൂഹികമായി മര്യാദയ്ക്ക് പെരുമാറുമെന്ന വിചാരം. ഇത്രയും ദ്രോഹപരമായി മറ്റുള്ളവരെ വെടിവെക്കാനുള്ള ഉണ്ട കണ്ടുപിടിക്കുന്നവന്മാരായിട്ട് അവന്മാർ മാറും. അല്ലാതെ മെറിറ്റ് കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. ദ്രോഹികൾ മാത്രമാണ് ഇവരെ മെറിറ്റുള്ളവരും ഉണ്ടായത്. അല്ലാതെ നമ്മൾ ഈ മെറിറ്റ് എന്ന് പറയുന്നത് സാധനം മനുഷ്യൻ്റെ നീതിബോധത്തിനെ സഹായിക്കുന്ന ഒന്നുമല്ല. അത് വേറെ കാര്യം തന്നെ പഠിച്ചേ പറ്റൂ. അപ്പോഴാണ് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള മൂല്യബോധങ്ങളൊക്കെ ലോകത്തുണ്ടാകേണ്ടി വരും. അതൊക്കെ പഠിപ്പിച്ചും എടുത്തും അടുത്ത ഒരു 10-20 തലമുറയൊക്കെ ചെയ്താലാണ് കഴിഞ്ഞ ഒരു 10,000 വർഷം കൊണ്ട് മനുഷ്യരെ പുഴുക്കളെ പോലെ ആക്കി മാറ്റിയ ഈ മേൽക്കീഴ് തട്ട് സമൂഹത്തിൻ്റെ മൂല്യബോധം മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളീ പറയുന്ന പോലുള്ള ഞുണുക്ക് പണി കൊണ്ടൊന്നും മാറത്തില്ല. ഇവിടുത്തെ കോടതിയൊന്നും ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യം ഉണ്ടായ കാര്യം പോലും അറിഞ്ഞുകൊള്ളാത്ത കോടതികളാണ്. ഇതുവരെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ IAS പരീക്ഷ മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയിലേക്ക് മാറ്റിയത്. അതിൻ്റെ മുഴുവൻ ബോധം ഇപ്പോഴും മേലുകീഴാണ്. ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഭരണമാണ്. ജനാധിപത്യത്തിൽ ഭരണമില്ല. ജനാധിപത്യത്തിൽ സേവനമേ ഉള്ളൂ, ക്രമീകരണമേ ഉള്ളൂ, ഭരണമില്ല. ഭരിക്കാനായിട്ട് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. ഇതൊന്നും ഇതുവരെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. പൊന്നു തമ്പുരാന് പകരം 25 പൊന്നു തമ്പുരാന്മാരെ ഉണ്ടാക്കുന്ന പണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വിദ്യാഭ്യാസം കൊടുക്കാനും വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള സംവരണം വേണ്ടാത്ത സമൂഹമൊക്കെ ഉണ്ടാക്കാനൊക്കെ. അതുവരെ സംവരണം അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് എല്ലാ മേഖലയും പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് എത്ര വയസ്സ് തൊട്ടിട്ടാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നാണോ കൂടുതൽ കറക്റ്റായിട്ടോ അല്ലെങ്കിൽ കൊടുക്കേണ്ടത്? ഇങ്ങനൊരു ചോദ്യം സാധ്യമല്ല. വീട്ടിൽ നിന്നാണോ സ്കൂളിൽ നിന്ന്? വീട്ടിൽ നിന്ന് വിവേചനമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവർക്ക് പിന്നെ എങ്ങനെയാണ് ആരംഭിക്കാൻ പറ്റുമോ? സ്കൂളിനകത്ത് ലിംഗവിവേചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർക്ക് എന്ത് സെക്സ് എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും? അവർക്ക് പറ്റത്തേയില്ല. അടിച്ചു പണിയാതെ പറ്റത്തില്ല. വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതുണ്ട്.
ആ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരത്തില്ല. പിന്നെ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും പഠിക്കാതെ എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്ടാണത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് നിങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാരാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് എങ്ങനെയാണ് പഠിക്കാതെ ഒരു ജീവി ഉണ്ടാകുന്നത്? ലൈംഗികത എന്ന് പറയുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചതാരാ? നിങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ലോകത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ജീവിയുണ്ടോ? പിന്നെന്തിനാ പഠിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അത് ശരിയായ രീതിയിൽ എന്താ പറയുക? ശരിയായിട്ടല്ലാതെ കൊച്ചിനെ എങ്ങനെ ഉണ്ടാക്കും? തെറ്റായ രീതിയിൽ കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് നിങ്ങൾ അത് പറ, അതാണ് എൻ്റെ ചോദ്യവും. അതായത് ഇതിനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളും അത് ആവശ്യമില്ല. തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നേ? ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ മനുഷ്യർക്ക് മാത്രമേ എങ്ങനെ തെറ്റിദ്ധാരണ വന്നേ? നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നൊരു ജീവിയല്ലേ? ഇഷ്ടംപോലെ പിള്ളേരെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭൂമി നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണല്ലോ. പിന്നെന്താണ് പ്രശ്നം? എന്താ പറ. പ്രശ്നം പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഇതാക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പല സ്ഥലത്തു നിന്ന് പല രീതിയിൽ എന്താണ് പറയുന്നതെന്നാ പറയണ്ടേ? ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ മാത്രമേ ഇതിൽ ഏർപ്പെടാൻ പാടുള്ളൂ, ഇങ്ങനത്തെ രീതിയിലായിരിക്കണം, അല്ല അല്ലെങ്കിൽ ഇത് ആരാ പറയുന്നേ? സമൂഹത്തിലും പല ഭാഗത്തുനിന്നും കിട്ടുന്ന. അത് സമൂഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജാതി സമൂഹമാണ്. അപ്പം അതിനകത്ത് ആരോടാ പറയുന്നത്? ഇങ്ങനെ ആലോചിക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ ലോകത്തിനെ മറ്റുള്ളവരെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം കൊണ്ടാണ് ഇതൊക്കെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിമകളും ഉടയന്മാരും തമ്മിൽ ബന്ധം ഉണ്ടാക്കിക്കൂടാ. അടിയാളരും അടിമയും തമ്മിൽ ബന്ധം ഉണ്ടാക്കിക്കൂടാ. അതുകൊണ്ടാണ് ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ, ഈ പറയുന്ന വിവരക്കേടെല്ലാം പറയുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും ദൈവം ഇങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ പഠിപ്പിക്കുന്ന വഴിയാണ് മനുഷ്യർക്ക് വിവരമില്ല. അതായത് അല്ലാതെ കൊച്ചിനെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ലോകത്ത് ഏതെങ്കിലും ജീവി ഉണ്ടാവുമോ? പിന്നെന്താണ്? മനുഷ്യർ പരസ്പരം പെരുമാറുന്നതിനെ പറ്റിയായി നമ്മൾ ഈ പറയുന്നേ. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനത്തോടെ മനുഷ്യർ പെരുമാറണം എന്നുള്ളതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അല്ലാതെ വേറെ തെറ്റിദ്ധാരണയൊന്നും മനുഷ്യർക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 100 കൊല്ലം കൊണ്ട് 1927 200 കോടി ജനമായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 600 കോടിയും കൂടെ കൂടി 800 കോടി. ഇപ്പം ഇത്രയും. അപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ. അപ്പോൾ പിള്ളേരെ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലത്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? പിള്ളേരെ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലത്. അതൊക്കെ എല്ലാ ജീവിക്കും അറിയാം. പരസ്പരം മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പുറത്തിരിക്കുന്ന പങ്കാളിയോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് മാത്രം പറഞ്ഞ് ഒറ്റ വരി കൊണ്ട് തീരും. ആ മര്യാദ പിന്നെ എന്താണെന്ന് പഠിപ്പിക്കാൻ ബാധ്യത. അപ്പോഴാണ് നമ്മൾ സാമൂഹിക ക്രമം എന്താണ് എന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ തുല്യരായ മനുഷ്യരാണ്. അപ്പോൾ പരസ്പരം ബഹുമാനിക്കണം. പരസ്പരമാണ് ബഹുമാനിക്കേണ്ടത്. ബഹുമാനം മേപ്പോട്ടുള്ള കുറേ കോന്തന്മാർക്കും താഴോട്ടുള്ളവർക്ക് അവിജ്ഞയും കൊടുക്കുന്ന സമൂഹം ഉണ്ടാക്കിയത് ഈ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് രാജാവിൻ്റെ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചിന്താ ഉപകരണമാണ് മതം. അല്ലാതെ അത് മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ രക്ഷിക്കാനും ലോകത്തു നിന്ന് രക്ഷിച്ചുകൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോകാനും സത്യം അറിയാനാണെന്നൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്. അത് മനുഷ്യരെ ലോകത്ത് പരമാവധി ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന സാധനമാണ് മതവിശ്വാസവും വിശ്വാസങ്ങളും എന്ന് അറിയണം. അതൊക്കെയാണ് ലൈംഗിക വിദ്യാഭ്യാസം. ഇതിനെ മാറ്റി തുല്യരായ മനുഷ്യരായിട്ട് നമ്മളെ മനസ്സിലാക്കി വ്യത്യാസങ്ങളുള്ള മനുഷ്യരാണ്. ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ല. അതുകൊണ്ട് വ്യത്യസ്തപ്പെട്ട മനുഷ്യരാണ്. പക്ഷേ ഒരു സമൂഹത്തിനകത്തെ നിയമത്തിന് മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അപ്പോൾ നമ്മൾ പരസ്പരം എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അല്ല കൊച്ചിനെ ഉണ്ടാക്കുന്നതായിട്ട് അതിനൊരു ബന്ധവുമില്ല.
അല്ല തെറ്റായ ചില ധാരണകൾ. എന്ത് ധാരണയാണ്? ആളുകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കല്യാണത്തിന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ബലാത്സംഗത്തിൻ്റെ നൈറ്റാണ്. പരസ്പരം പരിചയമില്ലാത്തവരല്ലേ, ഒരു പരിചയമില്ലാത്ത ഒരാണ് അതുവരെയും ശരീരത്തിൽ ഇവിടെയെങ്കിലും തൊടിയിക്കരുതെന്ന് പഠിപ്പിക്കുന്നതും കൂടെ അല്ലേ പഠിപ്പിക്കുന്നത്. ഇപ്പം പുതിയ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും കൂടെ പഠിപ്പിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും തുടരുന്ന ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് ആര് തുടരുതെന്നാണ്. ഇതിനകത്ത് ആകെ പറയാനായിട്ട് നമ്മളുള്ളത് എന്താണ്? സമ്മതം കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് അവകാശം ഇല്ല എന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയായ ആൾക്കാർ പ്രായപൂർത്തിയാകാത്തവരുമായി ബന്ധം ഉണ്ടാക്കരുതെന്ന് പഠിപ്പിക്കുന്നതാണ് ആകെ പഠിപ്പിക്കേണ്ട ഒരു സ്ഥലം. അല്ല ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒന്നും അല്ല പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേഹത്തെ എങ്ങനെ തൊടും? കാരണം ആദ്യത്തെ ഫസ്റ്റ് നൈറ്റിനകത്ത് ബാഡ് ടച്ച് മാത്രമാണ് ഈ ആൾ ചെയ്യുന്നത്. ഇതെങ്ങനെ ശരിയാകും? രണ്ട് കുട്ടികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റത്തില്ല? ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ടോ അവിടെ അവർ രണ്ടുപേരുടെ? അയലത്തുകാരനെ കുത്തുന്നുണ്ടോ? കള്ളം പറയുന്നുണ്ടോ? ചതി ചെയ്യുന്നുണ്ടോ? എന്താണ് അതിനകത്ത് തെറ്റ്? രണ്ടുപേര് തമ്മിൽ ഉമ്മ വയ്ക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, തെറ്റെന്താണ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്താണ് തെറ്റെന്ന്? തെറ്റാണെന്നുള്ള ഒരു സംശയമൊന്നും ഇല്ലാത്തവരാണല്ലോ എല്ലാവരും. എന്താണ് ഈ തെറ്റ്? അവർക്ക് ആ പ്രായമായിട്ടില്ല, ശരീര വളർച്ചയും അങ്ങനത്തെ കാര്യം അത് അവർ തീരുമാനിച്ചിട്ടുള്ളതില്ലേ? പ്രായമായിട്ടില്ലല്ലോ സൈക്കിൾ ചവിട്ടാൻ, പ്രായമായിട്ടില്ലല്ലോ നടക്കാൻ. അപ്പം നിങ്ങൾ നടക്കണ്ടെന്നാണ് പറയുന്നത്. കുട്ടി അവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പഠിപ്പിക്കാറുണ്ടോ? 18 വയസ്സ് വരെ കിടന്നാൽ മതി, നടക്കണ്ടെന്ന് പഠിപ്പിക്കാറുണ്ടോ? എത്രയോ കാര്യങ്ങൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തില്ല. മരത്തെ കയറുന്നത് അറിഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അതൊന്നും അല്ല. ജാതി സമൂഹത്തിൻ്റെ യുക്തിയാണ് ഒരു ആണും പെണ്ണും തമ്മിൽ അവരിഷ്ടപ്പെട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാ എന്നുള്ളത്. കാരണം ജാതി തെറ്റിക്കും. താഴെയുള്ളവൻ്റെ കൊച്ച് മേളിൽ വരും, മേളിലുള്ളവൻ്റെ കൊച്ച് താഴെ പോകും. ഇതൊക്കെയാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് പഠിപ്പിച്ചത്. ഇത്രയെങ്കിലും അറിയണം. അത് ലൈംഗിക ബന്ധം തെറ്റായതുകൊണ്ടല്ല. അങ്ങനെയാണെന്ന് പിന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ 18 വയസ്സ് 17 വയസ്സും 364 ദിവസവും വരെ തെറ്റ്. 18 വയസ്സായി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ ശരി. അങ്ങനെ ഉണ്ട? അതെന്തൊരു ശരിയാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്തൊരു അസംബന്ധം പിടിച്ച മനുഷ്യരാണ് നമ്മൾ. ഇത് എന്തുവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്? ഈ പള്ളിയെല്ലാം കൂടെ അടിച്ച് പൊളിച്ച് കളയേണ്ടതല്ലേ ഇതിനെയൊക്കെ? പാപമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് എന്നിട്ട് പാപം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എന്നിട്ട് കനി തിന്നു എന്ന് പറഞ്ഞ പാപം, എന്തെല്ലാം കഥയുണ്ട്. എന്നിട്ട് ഭയങ്കര കുടുംബ ബന്ധങ്ങളാണ് അവിടെ. പ്രണയം കാരണം ഇരിക്കപ്രതിയില്ല. പശു പട്ടിയൊക്കെ നമ്മൾ അഴിച്ചു വിട്ടാൽ തിരിച്ചിങ്ങി വരും. അതുപോലെ പെണ്ണുങ്ങൾ തിരിച്ചു വരുന്ന കണ്ടിട്ട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നത്. പൊക്കോ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഒക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അപ്പോഴും നമുക്ക് അറിഞ്ഞൂടെ ഈ ഭീകരന്മാർ റോഡിലിട്ട് നമ്മളെ ബലാത്സംഗം ചെയ്യുമെന്ന് അറിയുന്നതുകൊണ്ട് പേടിച്ചിട്ടല്ലയോ നമ്മൾ പുറത്തോട്ടിറങ്ങാൻ പറ്റാതിരിക്കുന്നത്? അല്ലാതെ ഇരുട്ടത്ത് പാമ്പിനെ പേടിച്ചിട്ടാണോ പുറത്തിറങ്ങാൻ പറ്റാത്തത്? ടോർച്ച് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീരും. പക്ഷേ ഈ മനുഷ്യന്മാരെന്തോ ചെയ്യും? ടോർച്ച് ലൈറ്റ് കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ഭീകരമായ മോശപ്പെട്ട ഒരു സമൂഹം നല്ല കുടുംബമാണെന്നൊക്കെ പഠിപ്പിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഈ സമൂഹത്തിൻ്റെ നടുവിലിരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നതാണ്. സമ്മതം കൊടുക്കുന്നതിനെ അറിഞ്ഞുകൊണ്ട് സമ്മതം കൊടുക്കണമെന്ന്. രണ്ട് കുട്ടികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടിയെ വളർത്താനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ കുഞ്ഞിനെ ഉണ്ടാക്കരുതെന്ന് പറയണം. ലൈംഗിക ബന്ധം തെറ്റായതുകൊണ്ടല്ല.
അവർക്കതിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. സൈക്കിൾ ചവിട്ടി ചെയ്യാൻ നിനക്കറിയുമ്പോഴും നിനക്കത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിവില്ലാത്ത കാരണം കൊണ്ട് സൂക്ഷിച്ച് നമ്മൾ അതിനുള്ള കഴിവ് നേടുന്നത് വരെ ഇത് സൈക്കിൾ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് 18 വയസ്സൊക്കെ നമ്മൾ വെക്കുന്നത്. എല്ലാവർക്കും 18 വയസ്സൊന്നുമല്ല. ചിലർക്ക് 16 വയസ്സിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ചിലർക്ക് 25 വയസ്സായാലും ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ റേഞ്ചാണ്. അത് വേറെ കാര്യം. അത് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വെക്കേണ്ടി വരും. അത് 18 വയ്ക്കാം, 21 വയ്ക്കാം, 25 വയ്ക്കാം, അതൊക്കെ വയ്ക്കാം. അത് സമൂഹത്തിന് പൊതു നിയമമാണ്. അത് ആ ഡേറ്റ് എന്ന് പറയുന്നത്. അല്ല 18 വയസ്സിൽ എല്ലാവരും പ്രായപൂർത്തിയാകത്തില്ല. അത് നമ്മൾ ഇതുപോലെ അറിയണം. പക്ഷേ 2 കുട്ടികളെ തമ്മിൽ കുട്ടികളെ ഉണ്ടാക്കിയാൽ അവരതിൻ്റെ വരുമാനമില്ലാതെ അവർക്ക് ആ കുട്ടിയെ വളർത്താൻ പറ്റത്തില്ലാത്ത കാരണം കൊണ്ടാണ് അവർ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ മതി, തെറ്റാണെന്ന് പറയണ്ട. അല്ലാതെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം കോണ്ടം ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. കുട്ടി ഉണ്ടാകാതിരിക്കാൻ നോക്കണം, അത്രേ ഉള്ളൂ. അല്ല തെറ്റും ശരിയൊന്നുമില്ല, ഗുട്ടച്ചും ബാറ്റച്ചും ഒന്നുമല്ല പഠിപ്പിക്കേണ്ടത്. മര്യാദയ്ക്ക് പരസ്പരം പെരുമാറാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അല്ലാതെ ചിലടത്ത് തൊടുമ്പം മാത്രം തെറ്റും, അങ്ങനെ തെറ്റായ സ്ഥലത്ത് പിന്നെ പിറ്റേ ദിവസം തൊടാൻ പോകുമ്പോൾ അങ്ങ് സമ്മതിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലത്. ഇതൊക്കെ ഈ ലൈംഗികത തെറ്റാണ് എന്നുള്ള ബോധ്യമുള്ളവരുടെ ആധുനിക ജനാധിപത്യ ബോധത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസമാണ് ഈ ഗുട്ടച്ചും ബാറ്റച്ചൊക്കെ. അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കുന്നത്. കുട്ടികൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്ത് പഠിക്കണം. സൈക്കിളിൽ ഓട്ടാൻ പഠിക്കുന്ന പോലെ പഠിക്കേണ്ടതാണ്. അത് പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദിത്തോടെ ചെയ്യാൻ പഠിക്കും. അപ്പോൾ 18 വയസ്സിലേ നമുക്ക് കുട്ടി ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതിന് മുമ്പ് കുട്ടി ഉണ്ടാകരുത്, കുട്ടി ഉണ്ടാകാതെ നോക്കണം, വണ്ടി ഇടിക്കാതെ നോക്കണം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഹെൽമെറ്റ് ധരിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അല്ല തെറ്റായതുകൊണ്ടല്ല. നിങ്ങൾ വണ്ടി ഓടിച്ചാൽ ഇടിക്കും, അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പെരയ്ക്കകത്ത് വെച്ചേക്കാനുള്ള സാധനമല്ല. വണ്ടി ഓടിക്കാൻ നന്നായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലോകത്ത് ആരോടെങ്കിലും തെറ്റ് ചെയ്യുന്നതല്ല. അത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് ജാതി സമൂഹത്തിൻ്റെ യുക്തിയാണ്. അല്ലാതെ അത് മനുഷ്യവിരുദ്ധമായ ഒരാശയമാണ്. ലൈംഗികത പാപമാണ്, തെറ്റാണെന്ന് പഠിപ്പിച്ചത് ആളുകളെ അടിമകളാക്കി അവർക്ക് ഇഷ്ടമുള്ളവർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും കൊടുക്കണം. അത് പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരും. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചാൽ തന്നെ, എങ്ങനെയാണ് നമ്മളെല്ലാം ഇങ്ങനെ രൂപപ്പെട്ടു വന്നതെന്ന് പഠിപ്പിച്ചാൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അല്ലാതെ ലൈംഗിക വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊച്ചിനെ ഉണ്ടാക്കണമെന്ന് ലോകത്തൊരു ജീവിയെ പഠിപ്പിക്കണ്ട. ഇതിങ്ങനെ മറച്ച് വെച്ച് എന്തോ ഭയങ്കര രഹസ്യം, എന്തോ സംഭവമാണെന്ന് പഠിപ്പിക്കുന്ന വഴിയാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനും ഇത് വായിക്കാനും പറയാനും പറ്റാത്ത അധ്യാപകരല്ലേ ഈ സ്കൂളിലെല്ലാം ഉള്ളത്. അവരെ അധ്യാപകരാണെന്ന് വിളിക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് ഞാൻ പറയുന്നത്. വീണ്ടും അത് തന്നെ പറയേണ്ടി വരുന്ന വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കണം. പൗരബോധം എന്താണെന്ന് പഠിപ്പിക്കണം. ജനാധിപത്യ സംസ്കാരം ഉണ്ടാകുന്നതിനും പരസ്പരം ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് വിദ്യാഭ്യാസം. അത് ചെയ്യുന്ന സമയത്ത് ജീവിക്കാൻ എങ്ങനെയാണെന്നുള്ള അറിവുകൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു ഭാഗമായിട്ട് വരും. അല്ലാതെ എൻജിനീയറിംഗ് പഠിപ്പിക്കുന്നതിനും ഡോക്ടറാകുന്നതിനും പഠിപ്പിക്കുന്നതിനല്ല വിദ്യാഭ്യാസം. പൗരബോധം ഉണ്ടാക്കുന്ന, ഉത്തരവാദിത്തമുള്ള, പരസ്പരം ബഹുമാനമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനാണ് വിദ്യാഭ്യാസം. ബാക്കിയൊക്കെ ജീവിക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഏത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. അവരവരുടെ അഭിരുചി അനുസരിച്ച് പഠിപ്പിക്കേണ്ടതാണ്. അതൊക്കെ വിദ്യാഭ്യാസത്തിനെ പറ്റി വേറെ തന്നെ പറയേണ്ടതാണ്. എങ്ങനെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു വിഷയം തന്നെ ഞാൻ പറയേണ്ടത്.